السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിൽ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ-ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തുർ റജാ, അള്ളാഹുലേക്കുള്ള യാത്രയിലുള്ള ഒരടിമ കടന്നു പോകേണ്ട ഓരോ സ്ഥാനങ്ങളിൽ അടുത്തത് പറയുന്നത് മൻസിലത്തുർ റജാ. കഴിഞ്ഞ ദിവസത്തിൽ മൻസിലത്തുൽ വറഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം പറഞ്ഞിരുന്നത്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഖാല അല്ലാഹു തആല മൻസിലത്തുർ റജായിൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അള്ളാഹുവിന് പുറമെ സ്വാലിഹീങ്ങളെ വിളിച്ചു തേടുന്ന, അള്ളാഹുവിൽ സ്വാലിഹീങ്ങളെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവരോട് പറയുന്നൊരു വാക്കാണ്, ആ മരണപ്പെട്ട ആ സ്വാലിഹീങ്ങൾ അവരെ പറ്റി പറയുകയാണ്. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിം അൽ വസീല. ഇവർ വിളിച്ചു തേടുന്ന ഇവരുടെ ഈ ഇലാഹുകളായിട്ടുള്ള ആളുകൾ തന്നെ അള്ളാഹുവിലേക്ക് ഒരടുപ്പം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുള്ള മാർഗം ആഗ്രഹിക്കുന്നവർ എങ്ങനെയും അടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കുന്നവരാണ്. അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു. ആ ഏറ്റവും അള്ളാഹുവിനായിട്ട് അടുത്തിട്ടുള്ളവർ തന്നെ ഇനിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു വസീല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വയർജൂന റഹ്മതഹു, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫബ്തിഗാഉൽ വസീലത്തി ഇലൈഹി, അള്ളാഹുവിലേക്ക് ഒരു വസീലയെ തേടുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഖുർബി മിൻഹു ബിൽ ഉബൂദിയ്യത്തി വൽ മഹബ്ബ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം തേടുക എന്നുള്ളതാണ്. അഥവാ സൽക്കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുമെല്ലാം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ ഉബൂദിയത്തും മഹബ്ബത്തും, അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തിൽ പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും വൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തേടുന്നത്. വദക്കറ മഖാമാത്തിൽ ഈമാനി സലാസ അല്ലതി അലൈഹാ ബിനാഉഹു. ഈ ഒരു ആയത്തിൽ ഈമാനിൻ്റെ 3 മഖാമുകളെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ ഈമാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണത്? വസീല തേടുന്നു എന്നതിലൂടെ എന്ത് പറഞ്ഞു? മഹബ്ബത്തിനെ പറ്റി പറഞ്ഞു. വയർജൂന റഹ്മതഹു എന്നുള്ളതിലൂടെ റജാഇനെ പറ്റി പറഞ്ഞു. വയഖാഫൂന അദാബഹു എന്നതിലൂടെ ഖൗഫിനെ പറ്റി പറഞ്ഞു. അൽ ഹുബ്ബു വൽ ഖൗഫ് വർ റജാഉ, ഈ 3 കാര്യങ്ങളാണ് ഈമാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ 3 മഖാമാത്തുകൾ. വഫി സഹീഹ് മുസ്ലിം അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, സഹീഹ് മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖബല മൗതിഹി ബിസലാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ 3 ദിവസം മുമ്പ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബിറബ്ബിഹി, നിങ്ങളിൽ ഒരാളും തന്നെ അവൻ്റെ റബ്ബിൽ ഏറ്റവും നല്ല ദന്ന് കൊണ്ടല്ലാതെ, ഏറ്റവും നല്ല ചിന്ത കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്ന് പറഞ്ഞത് കാണാം. വഫി സഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസിൽ സഹിയായി കൊണ്ടാണ് ഉദ്ധരിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ظنി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവന്. ഫൽയദുന്ന ബി മാ ശാഅ, അവൻ എന്നെക്കുറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കട്ടെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ മൻസിലത്തുർ റജാ, അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ റജാഇൻ്റെ മൻസിലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈമാനിൻ്റെ മഖാമാത്തുകളിൽ, ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളിൽ 3 ഒന്നാണ് റജാ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിന് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ചും മരണസമയത്ത് ഏറ്റവും നല്ല പ്രതീക്ഷയും ചിന്തയും അള്ളാഹുവിനെക്കുറിച്ച് ഉണ്ടാകേണ്ടതാണ്.
എന്നിട്ട് ഇബ്നുൽ ഖയ്യിം എന്താണ് റജാ എന്നുള്ളതിനെ വിശദീകരിച്ച് പറയുകയാണ്. റജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാദിൻ യഹ്ദുൽ ഖുലൂബ ഇലാ ബിലാദിൽ മെഹ്ബൂബ്, ഒരു വഴികാട്ടിയാണത്. കൽബുകളെ അവൻ ഇഷ്ടപ്പെടുന്ന എന്താണോ ആ ഇഷ്ടപ്പെടുന്ന നാട്ടിലേക്ക് വഴി കാണിക്കുന്ന ഒരു വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ റജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഗൈഡ് എന്താ ചെയ്യുക, പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ ആവശ്യമായ സ്ഥലത്തേക്ക്, അവർ ഉപകരിക്കുന്ന സ്ഥലത്തേക്ക് നേരെ വഴി കാണിച്ചു കൊടുക്കുക. അതുപോലെ ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ നാട്ടിലേക്ക് വഴി കാണിക്കുന്ന, കൽബുകളെ വഴി കാണിക്കുന്ന കാര്യമാണ് റജ, അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അതിനുള്ള വഴി കാണിച്ചു തരുന്ന കാര്യമാണ് റജ. വഹു അല്ലാഹു വദ്ദാറുൽ ആഖിറ വയുതയ്യിബു ലഹസ്സൈർ. ഇവിടെ ബിലാദിൽ മെഹബൂബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അള്ളാഹുവും പരലോകവുമാണ്. ആ യാത്ര ഏറ്റവും നല്ലതാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്, വിശിഷ്ടമാക്കി തീർക്കുന്ന കാര്യമാണ് അർ-റജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൽഫർഖു ബൈനഹു വബൈന തമന്നി. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഈ റജാവും തമന്നിയും തമ്മിലുള്ള വ്യത്യാസം. തമന്നി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് പറയാൻ പറ്റുന്നൊരു വാക്ക് വ്യാമോഹം എന്നുള്ളതാണ്. റജാവും വ്യാമോഹവും തമ്മിലുള്ള വ്യത്യാസം അന്ന തമന്നി യകൂനു മഅൽ ഖസ്. ഈ വ്യാമോഹങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ വെറും മോഹങ്ങൾ എന്നുള്ളത് നടക്കുന്നത് കസിലിനോടൊപ്പമാണ്, അലസതയോടൊപ്പമാണ്, മടിയോടൊപ്പമാണ് തമന്നി ഉണ്ടാവുക. വലാ യസ്ലുകു ബിസാഹിബിഹി തരീഖൽ ജിദ്ദി വൽ ഇജ്തിഹാദ്. ഒരാൾക്ക് തമന്നിയാണുള്ളത് എങ്കിൽ അവൻ എന്ത് ചെയ്യില്ല, അവൻ പരിശ്രമത്തിൻ്റെയോ പണിയെടുക്കുന്നതിൻ്റെയോ മാർഗം അവൻ സ്വീകരിക്കില്ല. വറജാഉ, പക്ഷെ റജ എന്ന് പറഞ്ഞാൽ യകൂനു മഅ ബദ്ലിൽ ജുഹ്ദി വഹുസ്നി തവക്കുൽ. അവൻ നന്നായി പരിശ്രമിക്കുകയും അള്ളാഹുവിൽ ഏറ്റവും നല്ല രീതിയിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും റജ ഉള്ളവനുണ്ടാവുക. അതായത് പൊതുവേ റജായിലും തമന്നിയും പ്രതീക്ഷ എന്ന് പറയുക. ചില ആളുകൾ പറയും എനിക്ക് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയാണ്, അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അള്ളാഹ് നടത്തി തരും, അല്ലെങ്കിൽ അള്ളാഹുവിന് ഞാൻ പ്രതീക്ഷ വെക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ തമന്നിയും റജാവും ആളുകളിലുണ്ടാവും. തമന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനുള്ളൊരു പണിയെടുക്കൂല, അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ചെയ്യൂല. അതേസമയം റജാ ഉള്ളവനോ, റജാ അവനെയും അള്ളാഹുൽ പ്രതീക്ഷയുണ്ടാവും, എന്നാൽ അതേസമയം അവൻ അതിനു വേണ്ടിയിട്ടുള്ള പണി എടുക്കുകയും ചെയ്യും. ഫൽ അവ്വലു എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചില ഉദാഹരണം പറയണം, അഥവാ ഈ തമന്നിയുടെയും റജായിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ. കഹാലി മൻ യതമന്ന അൻ യകൂന ലഹു അർദുൻ യബ്ദുറുഹാ വയഖുദു ദർഅഹാ. ഒന്നാമത്തെ ഒരാൾ, തമന്നിയുടെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു ഭൂമിയുണ്ട്, പിന്നെ അവന് ഒരു സ്ഥലമുണ്ട് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയത്. അവൻ കാര്യമായിട്ടൊന്നും ചെയ്യാതെ അതിന് വിളവെടുത്ത് കൊള്ളാം, അതിന് വിളവെടുക്കാം എന്ന് വിചാരിക്കുന്നവനെ പോലെ. വസാനി രണ്ടാമത്തേത് കഹാലി മൻ യശുഖു അർളഹു വയുഫ്ലിഹു വയബ്ദുറുഹു വയർജു തുലു അസ്സർഇ. രണ്ടാമത്തെ റജായിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ ആ ഭൂമി ഉഴുതു മറിച്ച് അവിടെ കൃഷി നടത്തി വിത്ത് പാകി പിന്നെ എന്ത് പറയാണ് അതിൻ്റെ വിളവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവനെ പോലെ റജ. അഥവാ പിന്നെ തമന്നി പ്രത്യേകിച്ച് ഒരു പണിയെടുക്കൂല, എന്നാൽ അവൻ വലിയ കാര്യങ്ങൾ പ്രതീക്ഷയായിരിക്കും. റജ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും അവൻ ഈ പ്രതീക്ഷ വെക്കുക. വലിഹാദ അജ്മഅ അൽ ആരിഫൂന അല അന്ന الرجاء لا يصح إلا مع العمل. അതുകൊണ്ട് തന്നെ ആരിഫീങ്ങൾ അവർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് റജാ എന്നുള്ളത് അമല് കൊണ്ടല്ലാതെ ശരിയാവുകയില്ല. അതായത് ഒരാൾക്ക് അള്ളാഹുൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് എങ്കിൽ അവന് അമലുണ്ടായിരിക്കണം, അമലില്ലാതെ റജാ ഉണ്ടാവുകയില്ല. വറജാഉ സലാസതു അൻവാഇൻ. റജാ എന്നുള്ളത് 3 ഇനങ്ങളാണ്. നൗആനു മഹ്മൂദാനി വനൗഉൻ ഗുറൂറുൻ മദ്മൂമുൻ. നൗആനി മഹ്മൂദാൻ, 2 മഹ്മൂദായിട്ടുള്ള അഥവാ പ്രശംസിക്കപ്പെട്ടിട്ടുള്ള 2. വനൗഉൻ ഗുറൂറുൻ മദ്മൂമുൻ, മറ്റൊന്ന് ആക്ഷേപിക്കപ്പെടുന്ന കബളിപ്പിക്കുന്ന റജാ. ഫലവ്വലാനി, ആദ്യത്തെ 2 മഹ്മൂദായിട്ടുള്ള പ്രശംസിക്കപ്പെട്ടുള്ള 2 റജാഉ റജുലിൻ അമില ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അനുസരണം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഫഹുവ റാജിൻ ലി സവാബിഹി, അവൻ അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. വറജുലിൻ അദ്നബ ദംബൻ സുമ്മ താബ മിൻഹു ഇലല്ലാഹ്, മറ്റൊരു വ്യക്തി അവൻ പാപം ചെയ്തു പോയി, പക്ഷേ അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഫഹുവ റാജിൻ ലി മഗ്ഫിറതിഹി, അവൻ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ പ്രതീക്ഷിക്കുന്നു. ഇതാണ് 2 ആളുകൾ.
അഥവാ മഹ്മൂദായിട്ടുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ഇനി പാപം സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരും എന്ന് പ്രതീക്ഷ വെക്കുകയും ചെയ്യലാണ് ഈ രണ്ട് മഹ്മൂദായിട്ടുള്ള റജാ. വസ്സാലിസു മൂന്നാമത്തേത് റജുലുൻ മുതമാദിൻ ഫി തഫ്രീത്ത് വൽ ഖതായ, ഒരു വ്യക്തി അവൻ എപ്പോഴും ആ പാപങ്ങളിലും അബദ്ധങ്ങളിലും വീഴ്ച വരുത്തുന്നതിലും കുറവ് വരുത്തുന്നതിലും മുഴുകിയിരിക്കുകയാണ്. യർജു റഹ്മത്തുല്ലാഹ് ബിലാ അമലിൻ, അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു കർമ്മവും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല, പക്ഷെ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഫഹാദാ ഹുവൽ ഗുറൂർ വത്തമന്നി വറജാഉൽ കാദിബ്, ഈ ഒരു പ്രതീക്ഷ എന്നുള്ളത് പ്രതീക്ഷയല്ല, റജാ അല്ല, അത് ഗുറൂറാണ്, അവൻ വഞ്ചനയിലാക്കപ്പെട്ടതാണ്. തമന്നി അവൻ്റെ വെറും വ്യാമോഹമാണ്. വറജാഉൽ കാദിബ് കളവായിട്ടുള്ള അവൻ്റെ പ്രതീക്ഷയുമാണ്, കളവായിട്ടുള്ള പ്രതീക്ഷയുമാണ്. ഖയ്യിം പറയാണ് വലിസാലിക്കിൻ നദറാൻ, അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന, അള്ളാഹുലേക്ക് അടിക്കാൻ പരിശ്രമിക്കുന്ന ആൾക്ക് രണ്ട് കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുക, അവൻ ഉറ്റു നോക്കുക, രണ്ട് കാര്യങ്ങളാണ്. നദറുൻ ഇലാ നഫ്സിഹി വ ഉയൂബിഹി വ ആഫാത്തി അമലിഹി, ഒന്നാമത്തേത് അവൻ്റെ സ്വന്തത്തിലേക്ക്, അവൻ്റെ കുറവുകളിലേക്ക്, അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പോരായ്മകളിലേക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് നോക്കും. യഫ്തഹു അലൈഹി ബാബൽ ഖൗഫ്, അത് അവൻ ആലോചിച്ചു കഴിഞ്ഞാൽ, അഥവാ അവൻ ചെയ്ത കർമ്മങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ അവൻ്റെ കുറവുകൾ, അവൻ്റെ പാപങ്ങൾ, അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവന് തുറക്കുന്ന കവാടം ഭയത്തിൻ്റേതാണ്. അള്ളാഹുവിനെ കുറിച്ച് അവന് ഭയം വരും. കാരണം അള്ളാഹുവിനോടുള്ള ഹക്ക് അവന് വീട്ടാൻ സാധിച്ചിട്ടില്ല, അതിൽ കുറവുകൾ വന്നിട്ടുണ്ട്, അതിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന നിലക്ക്. നദറുൻ ഇലാ സഅതി ഫദ്ലി റബ്ബിഹി വ കറമിഹി വ ബിർരിഹി, രണ്ടാമത്തെ അവൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, അവൻ്റെ നോട്ട പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ ഔദാര്യവും അള്ളാഹുവിൻ്റെ ആദരവും അള്ളാഹു നൽകിയിട്ടുള്ള പുണ്യവും അള്ളാഹു ചെയ്തിട്ടുള്ള അതുപോലുള്ള കാര്യങ്ങളാണ്. അതാലോചിച്ച് കഴിഞ്ഞാലോ യഫ്തഹു അലൈഹി ബാബ റജാ, റജാഇൻ്റെ കവാടം അവന് മുമ്പിൽ തുറക്കും. സ്വന്തത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ, അവൻ്റെ ന്യൂനതകളും കുറവുകളും ആലോചിച്ചാൽ ഭയത്തിൻ്റെ കവാടം തുറക്കും. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചാൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും കുറിച്ച് ആലോചിച്ചാൽ പ്രതീക്ഷയുടെ റജാഇൻ്റെ കവാടവും തുറക്കും. ഖാല അബു അലി അർറുദ്ബാരി, അബു അലി അർറുദ്ബാരിയു റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, അൽ ഖൗഫ് വറജാഹു കജനാഹി ത്വാഇർ. പല സൽഫുകളും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ സൽഫുകളിൽ നിന്ന് ഈ ഒരു ഖൗൽ ഉദ്ധരിക്കുന്നുമുണ്ട്. ഖൗഫും റജാവും, ഭയവും പ്രതീക്ഷയും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. ഇദസ്തവയാ ഇസ്തവത് ത്വയ്ർ വതമ്മ തൈറാനുഹു, അത് നേരെയാണ് എങ്കിൽ ആ പക്ഷിയും നേരെയാകും, അതിൻ്റെ പറക്കലും നേരെയാകും. വതമ്മ തൈറാനുഹു വഇദാ നഖസ അഹദുഹുമാ വഖഅ ഫീഹി നഖ്സു, അതിലേതെങ്കിലും ഒന്നിന് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും, ആ പക്ഷിക്ക് കുഴപ്പം വരും, ആ പക്ഷിയുടെ പറക്കൽ യഥാർത്ഥ രൂപത്തിലാവുകയില്ല. വഇദാ ദഹബ സാറ ത്വാഇറു ഫീ ഹദ്ദിൽ മൗത്ത്, അത് രണ്ടും പോയി കഴിഞ്ഞാലോ പിന്നെ ആ പക്ഷി മരണത്തിലേക്കാണ് വീഴുക, മരണമാണ് സംഭവിക്കുക. അപ്പോൾ അതാണ് ഖൗഫും റജാവും എന്നുള്ളത്. ഇനി അടുത്തത് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വളരെ ചിന്താർഹമായിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആലോചിക്കേണ്ടതാണ്, പക്ഷേ ആ ആലോചന നമ്മുടെ അറിവില്ലായ്മ പോലും വന്നിട്ടില്ലാത്ത വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ പറയാണ്, യകാദു റജാഇ ലക മഅ ദുനൂബി യഗ്ലിബു അലാ റജാഇ ലക മഅൽ അഅമാൽ. അള്ളാഹുവിനോട് പറയുന്ന പോലെ പറയാണ്, യകാദു റജാഇ, എൻ്റെ പ്രതീക്ഷ, ലക് അള്ളാഹുവെ നിന്നിലുള്ള എൻ്റെ പ്രതീക്ഷ, മഅദ്ദുനൂബ് പാപങ്ങളോടൊപ്പം, അഥവാ എന്നിൽ പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്, ആ പാപങ്ങളോടൊപ്പം നിന്നിലുള്ള പ്രതീക്ഷ എന്നുള്ളത് യഗ്ലിബു അലാ റജാഇ ലക മഅൽ അഅമാൽ, ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് നിന്നിലുണ്ടാകുന്ന പ്രതീക്ഷയേക്കാൾ കൂടുതലാണ്. പാപങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം, പാപങ്ങളോടൊപ്പം എനിക്ക് നിൻ്റെ മേലെ ഉണ്ടാകുന്ന പ്രതീക്ഷ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നിൻ്റെ മേലെ ഉണ്ടാകുന്ന പ്രതീക്ഷയേക്കാൾ മുന്തി നിൽക്കുന്നതാണ്. എന്താ ഉദ്ദേശം? ലിഅന്നി അജിദുനി അഅ്തമിദു ഫിൽ അഅ്മാൽ അൽ ഇഖ്ലാസ്, ഞാൻ ചെയ്ത കർമ്മങ്ങൾ അത് സ്വീകരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് നാളെ പരലോകത്ത് വിജയം ലഭിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന എന്തിൻ്റെ മേലെയാണ്? ഇഖ്ലാസിൻ്റെ മേലെയാണ്, എൻ്റെ ഇഖ്ലാസിൻ്റെ മേലെയാണ്. അതായത് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യാണ്, അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രതീക്ഷ വെക്കുമ്പോൾ അയാളുടെ പ്രതീക്ഷ എന്താണ്? ഈ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ഇഖ്ലാസോടുകൂടിയും ഇത്തിബായോടുകൂടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഇത് സ്വീകരിക്കും, അങ്ങനെ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും എന്നുള്ള നിലക്കാണ്.
വകൈഫ അഹ്രിസുഹ വഅന ബിൽ ആഫാതി മഅറൂഫുൻ. എന്നിട്ട് യഹ്യ ഇബ്നു മുആദ് പറയാണ്, എങ്ങനെയാണ് എനിക്ക് എൻ്റെ കർമ്മങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുക? എനിക്ക് ഒരുപാട് അറിയപ്പെട്ട കുറവുകളുണ്ട്. അഥവാ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോലും അത് ശരിയാകാതിരിക്കാൻ, അതിൽ കുറവുകൾ വരാൻ ധാരാളം ന്യൂനതകളും കുറവുകളും എനിക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുക? വാജിദുനി ഫി ദുനൂബി അഅ്തമിദു അലാ അഫ്വിക്. ഇനി എൻ്റെ പാപങ്ങൾ ചെയ്തിട്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിച്ചിട്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ നിൻ്റെ മേലെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അഫ്വിൻ്റെ മേലെയാണ്. അത് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ നിൻ്റെ അഫ്വ്, നീ വിട്ടുവീഴ്ച ചെയ്തു തരും, നീ പുറത്തു തരും എന്നുള്ളതിൻ്റെ മേലെയാണ് എൻ്റെ ഇഅ്തിമാദ് വരുന്നത്, എൻ്റെ ആശ്രയം വരുന്നത്. പാപം സംഭവിച്ച് ഞാൻ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന റജായിൻ്റെ ഇഅ്തിമാദ് എന്തിൻ്റെ മേലെയാണ്? അള്ളാഹുവിൻ്റെ അഫ്വിൻ്റെ മേലെയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എനിക്കുള്ള പ്രതീക്ഷ എന്തിൻ്റെ മേലെയാണ്? എൻ്റെ ഇഖ്ലാസിൻ്റെ മേലെയാണ്. പക്ഷേ പാപം ചെയ്ത് തൗബ ചെയ്യുമ്പോൾ നിൻ്റെ അഫ്വിൻ്റെ മേലെയാണ്. വകൈഫ ലാ തഗ്ഫിറുഹ വഅൻത ബിൽ ജൂദി മൗസൂഫുൻ. എങ്ങനെയാണ് നീ പൊറുക്കാതിരിക്കുക? നിൻ്റെ വിശേഷണമാണ് ജൂദ്, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുക എന്നുള്ളത് നിൻ്റെ വിശേഷണമായിരിക്കെ എങ്ങനെയാണ് നീ എനിക്ക് പുറത്തു നൽകാതിരിക്കുക എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കിയാൽ വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പൊതുവേ പറയുന്നത് പാപങ്ങൾ മാത്രമേ ഉള്ളൂ, നന്മയൊന്നും ചെയ്തിട്ടില്ല, അഥവാ തൗബ ചെയ്ത് മടങ്ങുന്ന നല്ലൊരാളായിരിക്കും. പാപി തന്മാരെയും ജീവിക്കുന്ന ആളുകളെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത്. പാപം സംഭവിച്ചു പോയിണ്ടാവും, തൗബ ചെയ്ത് മടങ്ങി അല്ലെങ്കിൽ ജീവിക്കുന്ന ആളായിരിക്കും. അവർ പറയും കർമ്മങ്ങൾ കുറവാണ്, സൽക്കർമ്മങ്ങളില്ല, എങ്ങനെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ള ചിന്തകളുണ്ടാകും. പിന്നെ അത് വലിയ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്തയാണ്. പക്ഷേ ഇവിടെ ഈ വാക്ക് ആലോചിച്ച് നോക്കിയും, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് ഞാൻ നല്ലൊരാളാണ്, ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന എന്തിൻ്റെ മേലെയാണ്? നമ്മുടെ മേലെയാണ്. ഞാനത് ചെയ്തത് നന്നായിട്ടുണ്ട്, ഞാനത് ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തിട്ടുണ്ട്. മനുഷ്യനാണെങ്കിലോ ഒരുപാട് കുറവുകളും ന്യൂനതകളും അറിയാതെ തന്നെ റിയാവും സുമ്മത്തും എല്ലാം കയറി വന്ന് അമല് പൊളിയാനുള്ള വേറെ കുറേ മാർഗ്ഗം അവിടെ ഉണ്ടാവും. എന്നാൽ പാപം സംഭവിച്ചു പോയിട്ട് തൗബ ചെയ്ത് മടങ്ങും നമ്മൾ ആരുടെ മേലെ പ്രതീക്ഷ വെക്കുന്നത്? അഫൂവും ഗഫൂറും ജൂദും ഗഫാറും കരീമുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മേലെയാണ്. അപ്പോൾ ഏതിലാണ് പ്രതീക്ഷ കൂടുതൽ വേണ്ടത്? പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ പ്രതീക്ഷ ശക്തമാണ്, കൂടുതലാണ് എന്നില്ലെങ്കിലും ശക്തമാണ്. ആരുടെ മേലെ ആശ്രയിക്കുന്നു എന്ന നിലക്ക് ശക്തമാണ്. ഇത് തൗബ ചെയ്ത് മടങ്ങുന്നവർക്കുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. റജാഇൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന ഒരു വാക്കാണ്. വറജാഹു മിൻ അജല്ലി മനാസിലിഹിം എന്നൊരു ഇബ്നു ഖയ്യിം പറയാണ്, ഒരു മനുഷ്യൻ്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മഞ്ജിലത്താണ് റജ. വ അലാഹ വ അഷ്റഫിഹ, അതിലേറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള. വ അലൈഹി വ അലൽ ഹുബ്ബി വൽ ഖൗഫി മദാറുസ്സൈരി ഇലല്ലാഹ്. ഈ റജാഇൻ്റെ മേലെയും ഹുബ്ബിൻ്റെ മേലെയും ഖൗഫിൻ്റെ മേലെയുമാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര മുഴുകി നിൽക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര നിൽക്കുന്നത്. അഥവാ ഇബാദത്തിൻ്റെ അർക്കാനുകൾ എന്ന ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള 3 കാര്യമാണ് ഖൗഫ്, റജാ, ഹുബ്ബ്. ഈ 3 മേലെയാണ് ഇബാദത്ത് നിൽക്കുന്നത്, അള്ളാഹുവിലേക്കുള്ള യാത്ര നിൽക്കുന്നത്, ഈമാൻ നിൽക്കുന്നത് എല്ലാം. വഖദ് മദ്ഹ അല്ലാഹു അഹ്ലഹു വഅത്നാ അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല റജാഇൻ്റെ ആളുകളെ മദ്ഹ് ചെയ്യുകയും പുകഴ്ത്തിയിട്ടുമുണ്ട്. ഫഖാല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അതാ അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു കാണാം. അതൊരു മദ്ഹാണ്. وفي الحديث الصحيح الإلهي عن النبي صلى الله عليه وسلم فيما يروي عن ربه عز وجل. ഹദീസുൽ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദ്സിയായ ഹദീസിനാണ് ആ പേര് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഉദ്ധരിച്ച് പറഞ്ഞു, ഇബ്ന ആദം, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഏ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. ഏ മനുഷ്യ, നീ എന്നോട് വിളിച്ചു തേടിയാൽ, ദുആ ചെയ്താൽ, എൻ്റെ മേലെ പ്രതീക്ഷ വെച്ചാൽ, എൻ്റെ മേലെ റജാ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. നീ എന്ത് ചെയ്താലോ അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല, ഞാൻ നിനക്കത് പുറത്തു നൽകും. وقد روى الأعمش عن أبي صالح عن أبي هريرة عن النبي صلى الله عليه وسلم قال മറ്റൊരു ഹദീസിൽ അബൂ സാലിഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് അബൂ സാലിഹ് ആമശ് ഉദ്ധരിച്ചിട്ടുള്ള
ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസ് തന്നെയാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെ ആയിരിക്കും. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുമ്പോൾ, എന്നെ ദിക്ർ ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ അവൻ്റെ സ്വന്തത്തിൽ ആലോചിക്കുകയാണ്, ദിക്ർ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ എന്നിൽ അഥവാ അള്ളാഹുവിൽ ഞാൻ അവനെ, അള്ളാഹു പറയാണ്, ഞാൻ അവനെ ഓർക്കും. വഇൻ ദക്കറനി ഫി മലഇൻ ദക്കർതുഹു ഫി മലഇൻ ഖൈരിൻ മിൻഹും, അവനൊരു സംഘത്തിൽ, ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് എന്നെക്കുറിച്ച് ഓർക്കുന്നത്, പരാമർശിക്കുന്നത് എങ്കിൽ അവനെക്കുറിച്ച് ഞാൻ ഓർക്കുകയും പരാമർശിക്കുകയും ചെയ്യും ആ സംഘത്തേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു സദസ്സിൽ വെച്ച്, അഥവാ മലായിക്കത്തുകളുടെ അടുക്കൽ. വഇൻ ഇഖ്തറബ ഇലയ്യ ശിബ്റൻ, അവനൊരു കൈപ്പത്തിയുടെ അത്രയാണ് എന്നിലേക്ക് അടുക്കുന്നത് എങ്കിൽ ഇഖ്തറബ്തു ഇലൈഹി ദിറാഅൻ, ഞാൻ അവനിലേക്ക് ഒരു ചാണെടുക്കും, അഥവാ ഷിബറിനേക്കാൾ വലുതാണ് ദിറാ എന്നുള്ളത്, അത്ര എടുക്കും. വൈൻ ഇഖ്തറബ ഇലയ്യ ദിറാഅൻ ഇഖ്തറബ്തു ഇലൈഹി ബാഅൻ, ഇനി അവനൊരു ചാണാണ് എന്നോട് അടുക്കുന്നതെങ്കിൽ, ഈ ചാണ് മുഴം എന്നുള്ളത് കൃത്യമാണോ പറയുന്നതെന്ന് അറിയില്ല, എന്തായിരുന്നാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം മലയാളത്തിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ചെറുതിനേക്കാൾ വലുത്, ഷിബർ പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണ് ദിറാഅൻ. അപ്പോൾ ഷിബർ അള്ളാഹിലേക്ക് അടുത്താൽ ദിറാ അതിനേക്കാൾ കൂടുതലെടുക്കും. ദിറാ അടുത്താൽ ഇഖ്തറബ്തു ഇലൈഹി ബാഅൻ, ഒരു മുഴമാണെന്ന് തോന്നുന്നു, അതിനേക്കാൾ ദിറാഇനേക്കാൾ അടുത്ത മുഴം, ഒരു മുഴം അതിനേക്കാൾ കൂടുതൽ അള്ളാഹു പറയാണ് ഞാൻ അവനിലേക്ക് അടുക്കും. വൈൻ അതാനി യംഷി, അവൻ എന്നിലേക്ക് നടന്നടുക്കുകയാണെങ്കിൽ അതൈതുഹു ഹർവലതൻ, ഞാൻ അവനിലേക്ക് ഓടി അടുക്കുന്നതാണ്. പലപ്പോഴും അടിമകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം സംഭവിച്ചാൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഞെരുക്കം, അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഞെരുക്കം, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ, അതുപോലുള്ള എല്ലാ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഹദീസ്. അള്ളാഹുവിലേക്ക് നമ്മൾ ചെറിയൊരു പരിശ്രമം നടത്തിയാൽ മതി. നമ്മുടെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു തആല ഇങ്ങോട്ട് നമ്മിലേക്ക് അടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മെ സംരക്ഷിക്കാനാവട്ടെ, നമ്മെ സഹായിക്കാനാവട്ടെ, പിന്താകാനാകട്ടെ, നമ്മോടൊപ്പം ഉണ്ടാകുന്നതാകട്ടെ, ഈ നിലക്ക് അള്ളാഹു ഇങ്ങോട്ട് അടുക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രതീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഈ മനുഷ്യൻ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു ഒരു പ്രതീക്ഷ ലഭിക്കുന്ന വളരെ മഹത്തായിട്ടുള്ളൊരു ഹദീസാണ് ഈ ഹദീസ്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയും, ഫഖുവ്വത്തു റജാഇ അലാ ഹസബി ഖുവ്വത്തിൽ മഅരിഫതി ബില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി വഗലബതി റഹ്മതിഹി വഗളബഹു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴാണ് ഒരാൾക്ക് റജാ ശക്തമാവുക, അള്ളാഹുവിൽ റജാ ശക്തമാവുക എന്നുള്ളത്. ഫഖുവ്വത്തു റജാ, ഒരാളുടെ റജാ ശക്തിപ്പെടുന്നത് അലാ ഹസബി ഖുവ്വത്തിൽ മഅരിഫതി ബില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി, എപ്പോഴാണോ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അവൻ്റെ നാമങ്ങളെക്കുറിച്ചും അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചുള്ള മഅരിഫത്ത് വർദ്ധിക്കുന്നത്, വഗലബതി റഹ്മതിഹി ഗളബഹു, അവൻ്റെ റഹ്മത്ത് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു, മുൻകടന്ന് നിൽക്കുന്നു എന്നുള്ളത് എത്രത്തോളമാണോ ഒരാൾക്ക് മനസ്സിലാകുന്നത്, ബോധ്യപ്പെടുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുൽ റജാ. റജാ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള റജാ കേട്ടോ, റജാഉൽ കാദിബ് അല്ല, റജാഉൽ മഹ്മൂദ് നമ്മൾ മുമ്പ് പറഞ്ഞത്, അതുണ്ടാകുക. വലൗലാ റൗഹുർ റജാഇ ലഉത്തിലത് ഉബൂദിയത്തുൽ ഖൽബി വൽ ജവാരിഹ്, ഈ റജാഇൻ്റെ ഒരു ഇളം കാറ്റ് അല്ലെങ്കിൽ ഇളം തെന്നൽ ഇല്ലായിരുന്നുവെങ്കിൽ ഖൽബിൻ്റെയും അവയവങ്ങളുടെയും എല്ലാം ഉബൂദിയത്ത്, അള്ളാഹുവിനോട് കാണിക്കുന്ന അടിമത്വം തകർന്നു പോകുമായിരുന്നു. വഹുദ്ദിമത് സ്വവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ. ഇത് ഖുർആനിലെ ഒരു ആയത്തിൻ്റെ പ്രയോഗമാണ്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഭവനങ്ങൾ, മസ്ജിദുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം തകർന്നു പോകുമായിരുന്നു എന്ന് പറയുകയാണ്. അഥവാ ഈ റജാ ഇല്ലെങ്കിൽ ഇബാദത്ത് ശരിയാവുകയില്ല. ബൽ ലൗലാ റൗഹുർ റജാഇ ലമാ തഹറക്കത്തിൽ ജവാരിഹു ബിത്താഅ, ഈ റജാഇൻ്റെ ഇളം ഈ തെന്നലില്ലായിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നില്ല, അവയവങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണത്തിനായി ചലിക്കുമായിരുന്നില്ല. വലൗലാ റീഹുഹു ത്വയ്യിബ ലമാ ജറത് സുഫുനുൽ അഅ്മാൽ ഫീ ബഹ്റിൽ ഇറാദാത്ത്, ഈ വിശിഷ്ടമായിട്ടുള്ള ഈ കാറ്റില്ലായിരുന്നുവെങ്കിൽ കപ്പലുകൾ, ഈ സൽക്കർമ്മങ്ങളുടെ പായക്കപ്പലുകൾ ഉദ്ദേശത്തിൻ്റെ കടലിൽ സഞ്ചരിക്കുമായിരുന്നില്ല. ഒരു സാഹിത്യപരമായിട്ടൊരു മെറ്റഫർ ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഉദ്ദേശം എന്താണ്, കർമ്മങ്ങളെ കപ്പലായി വെച്ചു, കടലിനെ ഉദ്ദേശമായി വെച്ചു. അതാ ഒരു കർമ്മം നടക്കണമെങ്കിൽ ഉദ്ദേശം വേണം.
ഇറാദത്ത് ഉണ്ടായാലേ ഒരാൾ അമൽ ചെയ്യുള്ളൂ. അമലിൻ്റെ തുടക്കം ഇറാദത്താണ്. അപ്പോൾ ഇറാദത്താകുന്ന കടലിൽ സൽക്കർമ്മങ്ങളാകുന്ന പായക്കപ്പലുകൾ ഈ കാറ്റില്ലായിരുന്നെങ്കിൽ സഞ്ചരിക്കുമായിരുന്നില്ല. അഥവാ റജാ ഉള്ളത് കൊണ്ടാണ് ഉദ്ദേശങ്ങൾ കർമ്മങ്ങളായി മാറുന്നത്. ഇപ്പോൾ ധാരാളം ആളുകൾക്ക് ഇറാദത്ത് ഉണ്ടാവും, പക്ഷെ ഗസിലായിരിക്കും. റജാഹിൻ്റെ കുറവ് കൊണ്ട് ചെയ്യൂല, മടിയുണ്ടായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ റജാ ഉണ്ടാകുമ്പോഴാണ് ഈ ഇറാദത്തുകൾ കർമ്മങ്ങളായി മുന്നോട്ട് നീങ്ങുന്നത്. വഅലാ ഹസബിൽ മഹബ്ബത്തി വഖുവ്വതിഹാ യകൂനു റജാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്ത് എത്രത്തോളം ഉണ്ടോ, അതിലെത്രത്തോളം ശക്തിയുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റജാ ഉണ്ടാവുക. റജാ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്തായാലും എന്തുണ്ടാകും, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടമുണ്ടാകുമ്പോഴതിൻ്റെ അടിസ്ഥാനത്തിൽ റജായിന് ശക്തി വരും. വകുല്ലു മുഹിബ്ബിൻ റാജിൻ ഖായിഫുൻ ബിദ്ദറൂറ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും ആയിരിക്കും. അത് നിർബന്ധമാണ്, അതിൽ സംശയമില്ല. ഫഹുവ അർജാ മാ യകൂനു ലി ഹബീബിഹി അഹബ്ബു മാ കാന ഇലൈഹി. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ഒരു അടിമക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുക, ഭയമുണ്ടാവുക എന്നുള്ളതെല്ലാം. അഹബ്ബ മാ കാന ഇലൈഹി വകദാലിക ഖൗഫുഹു. അപ്പോൾ അങ്ങനെയല്ല. അഫൻ വകുല്ലു മുഹിബ്ബിൻ റാജിൻ ഖായിഫുൻ ബിദറൂറ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരും ഭയപ്പെടുന്നവരും ആ ഭയം എന്തായാലും ഉണ്ടാകും. ഫഹുവ അർജാ മാ യകൂനു ലി ഹബീബിഹി. അവനായിരിക്കും അള്ളാഹുലേറ്റവും, അവൻ്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേറ്റവും എന്തുണ്ടാകുന്നത്, പ്രതീക്ഷ വെക്കുന്നത്. അഹബ്ബ മാ കാന ഇലൈഹി, അതായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത്. വകദാലിക ഖൗഫുഹു, അവന് ഭയവും ഉണ്ടാകും. ഈ റജാ ഉള്ളവന് ഭയവും അതുപോലെ തന്നെ ഉണ്ടാകും. ആ റജാ എന്നുള്ളത് അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഖൗഫ് ഉണ്ടാകും, ഭയം ഉണ്ടാകും. എന്താണ് ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അള്ളാഹു തആലയോട് ഉണ്ടാകുന്ന ഖൗഫ് എങ്ങനെയാണ്? ഫഇന്നഹു യഖാഫു സുഖൂതഹു മിൻ ഐനൈഹി. അവൻ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിഗണനയിൽ നിന്ന് അവൻ വീണു പോകുമോ എന്നുള്ളതാണ്. വതർദ മഹ്ബൂബിഹി ലഹു വഇബ്ആദഹു. ആ അള്ളാഹു തആല, അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹു തആല അവനെ അകറ്റുമോ, അവനെ അട്ടിപ്പറഞ്ഞേക്കുമോ, അകറ്റുമോ എന്നുള്ളതാണ് ഭയം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആ ദാത്തിയായിട്ടുള്ള ഒരു ഭയമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുമോ, അള്ളാഹു നമ്മുടെ കാര്യം പരിഗണിക്കാതിരിക്കുമോ, അള്ളാഹു നമ്മെ അകറ്റുമോ എന്നുള്ളതാണ് പേടി. വഹ്തിജാബഹു അൻഹു. അള്ളാഹു തആല ഒരു മറയിടുമോ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരു മറ വീഴുമോ. ഫഖൗഫുഹു അശദ്ദു ഖൗഫ്. ഈ ഒരു ഭയം, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവൻ്റെ ഭയം ഇതാണ്, ഇത് ഏറ്റവും ശക്തമായതായിരിക്കും. വറജാഉഹു ലി മഹ്ബൂബിഹി ദാത്തിയുൻ ലി മഹബ്ബ. നമ്മൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹബ്ബത്തിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. ഫഇന്നഹു യർജു ഖബല ലിഖാഹി വൽ വുസൂല ഇലൈഹി. അള്ളാഹുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഇഷ്ടം കൊണ്ട്. അഥവാ റജാ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹബ്ബിൻ്റെ മേലെയാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അതിയായിട്ട് അവനുണ്ടാകും. ഫഇദാ ലഖിയഹു വവസല ഇലൈഹി ഇഷ്തദ്ദ റജാഉ ലഹു. ഇനി അള്ളാഹുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള ഈ റജാ വളരെ ശക്തമാകും. അഥവാ ഹബ്ബിൻ്റെ മേലെ ഉണ്ടാകുന്നു, ഹബ്ബ് വർദ്ധിക്കും, അതുപോലെ റജാവും വർദ്ധിക്കും. ലിമാ യഹ്സുലു ബിഹി മിൻ ഹയാത്തി റൂഹിഹി. എന്താണ് ആ റജാവ് വർദ്ധിക്കാനുള്ള കാരണം? എന്താണ്? അള്ളാഹുവിലേക്ക് എത്തുന്നതോടുകൂടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനോടുകൂടി അവൻ്റെ റൂഹിൻ്റെ ഹയാത്ത്, പരിപൂർണ്ണ ജീവിതം അവൻ നേടിയെടുക്കുന്നു. വനഈമി ഖൽബിഹി മിൻ അൽതാഫി മെഹ്ബൂബിഹി. ആ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യവും കൃപയും കാരണത്താൽ, അവൻ്റെ ഖൽബ് അനുഭവിക്കുന്ന സന്തോഷം കാരണത്താൽ, അനുഗ്രഹങ്ങൾ കാരണത്താൽ, വഇഖ്ബാലിഹി അലൈഹി വബിർരിഹി വഇഖ്ബാലിഹി അലൈഹി. അള്ളാഹു അവൻ്റെ മേലെ കാണിച്ചിട്ടുള്ള പുണ്യം, ചൊരിഞ്ഞിട്ടുള്ള പുണ്യം, അവനിലേക്ക് അവൻ്റെ കാര്യങ്ങൾ പരിഗണിച്ചു എന്നുള്ളത്. വനദ്രിഹി ഇലൈഹി ബിഐനി റിളാ. അതുപോലെ തന്നെ വബിർരിഹി വഇഖ്ബാലിഹി അലൈഹി. അവനിലേക്ക് അള്ളാഹു തആല നൽകിയ പുണ്യത്തിൻ്റെ മേലെയും അള്ളാഹുവിലേക്ക് മുന്നിട്ടു എന്നതിന്, അള്ളാഹുവിലേക്ക് എത്തി എന്നതിൻ്റെ പേരിലും. വനദ്രിഹി ഇലൈഹി ബിഐനി റിളാ.
അതുപോലെ തന്നെ പരിപൂർണമായ തൃപ്തിയോടുകൂടി അള്ളാഹുവിലേക്ക് നോക്കുന്നതിൻ്റെ പേരിൽ, അള്ളാഹു ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടതിൻ്റെ പേരിൽ, വതഹീലിഹി ലിമഹബ്ബത്തിഹി അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ, അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതോടുകൂടി ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ റൂഹിനും കൽബിനും അനുഭവിക്കുന്ന ആസ്വാദനം, അള്ളാഹുവിനെ കണ്ടുമുട്ടി അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ പറ്റി, അള്ളാഹുവിനെ മഹബത്ത് ലഭിച്ചു, അള്ളാഹുവിനെ മഹബത്ത് കൊണ്ട് ആരാധിക്കാൻ പറ്റി, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ റജാവ് ശക്തിപ്പെടും. വഗൈറ ദാലിക മിമ്മാ ലാ ഹയാത ലിൽ മുഹിബ്ബി വലാ നഈമ വലാ ഫൗസ ഇല്ലാ ബിഉസൂലിഹി ഇലൈഹി മിൻ മഹ്ബൂബിഹി. ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ വേറെയും ഉണ്ടാകുന്നത് കൊണ്ട് ആ റജാവ് ശക്തിപ്പെടും. ഈ കാര്യങ്ങൾ, ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ അതുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുത്തന് യഥാർത്ഥ ജീവിതമില്ല, യഥാർത്ഥ സൗഭാഗ്യമില്ല, യഥാർത്ഥ വിജയമില്ല, സന്തോഷമില്ല. ഇതുകൊണ്ടല്ലാതെ ലഭിക്കില്ല. ഇത് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ലഭിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഫറജാഉഹു അഅ്ളമു റജാ, അവൻ്റെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിരിക്കും. വഅജല്ലുഹു വഅതമ്മുഹു, അത് ഏറ്റവും മഹത്തരമായതും ഏറ്റവും പരിപൂർണമായതും. അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ റജാ വർദ്ധിക്കും. കാരണം എല്ലാ നിലക്കുമുള്ള അവൻ്റെ ആസ്വാദനവും സന്തോഷവും എല്ലാം ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ പരിപൂർണതയിലായിരിക്കും അവൻ. അപ്പോൾ ആ റജാവും അതിൻ്റെ പരിപൂർണതയിലാകും. ഫതഅമ്മൽ ഹാദൽ മൗദിഅ ഹഖ്ഖ തഅമ്മുൽ, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഈ ഒരു അവസ്ഥ, ഈ ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഈ റജാഇൻ്റെ ഒരു അവസ്ഥ, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ശരിക്കൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശരിക്കും നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചാൽ യുത്ലിഅക അലാ അസ്റാരിൻ അദീമത്തിൻ മിൻ അസ്റാരിൽ ഉബൂദിയ്യത്തി വൽ മഹബ്ബ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ നിനക്ക് ബോധ്യപ്പെടും ഈ മഹത്തായിട്ടുള്ള ചില രഹസ്യങ്ങൾ, അഥവാ ഉബൂദിയത്തിൻ്റെയും മഹബ്ബത്തിൻ്റെയും, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെയും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെയും ഇഷ്ടപ്പെടുന്നതിൻ്റെയും വളരെ ഗോപ്യമായിട്ടുള്ള രഹസ്യങ്ങൾ നിനക്ക് ബോധ്യപ്പെടും ഈ റജാഇനെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നീ ഉറ്റാലോചിച്ചാൽ. എന്നിട്ട് പറയുകയാണ്, ഫകുല്ലു മഹബ്ബത്തിൻ മസ്ഹൂബത്തുൻ ബിൽ ഖൗഫ് വറജാ, ഏതൊരു ഇഷ്ടമാവട്ടെ ആ ഇഷ്ടത്തിൽ ഖൗഫ് റജാവും അതിനോടൊപ്പം ഉണ്ടാവും. അതായത് എന്തൊരു ഇഷ്ടം എന്നുള്ള പറഞ്ഞ ഒരു വിശേഷണം എന്തിനോടുണ്ടാവുകയാണെങ്കിലും അതിനോടൊപ്പം ഖൗഫും റജാവും എന്തായാലും ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുക വിചാരിക്കുക, ആ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ അയാൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമോ, അയാൾ വിട്ടുപോകുമോ എന്നുള്ള പേടി ഉണ്ടാവും. അയാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഇതെല്ലാത്തിൻ്റെ മേലെ ഉണ്ടാവും. ഇഷ്ടം എന്നുള്ള അതിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന കാര്യമാണ് ഖൗഫും റജാവും. വഅലാ ഖദ്രി തമക്കുനിഹാ മിൻ ഖൽബിൽ മുഹിബ്ബ് യശ്തദ്ദു ഖൗഫുഹു വറജാഉഹു. അപ്പോൾ എത്രത്തോളമാണോ ഈ ഒരു ഹബ്ബ് ഒരാളുടെ ഖൽബിൽ ഉറക്കുന്നത്, ദൃഢപ്പെടുന്നത്, അതിനനുസരിച്ച് ഖൗഫും റജാവും ശക്തിപ്പെടും. ലാക്കിൻ ഖൗഫുൽ മുഹിബ്ബി ലാ യസ്ഹബുഹു വഹ്ശത്തുൻ, എന്നാൽ ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ്റെ ഭയം എന്നുള്ളത് ഒരു ഏകാന്തത പോലത്തെ ഭയമല്ല. അതായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മുഹിബിന് ഖൗഫ് ഉണ്ടാവും, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹുവിന് ഭയം ഉണ്ടാവും. പക്ഷെ ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹ്ശത്ത്, അഥവാ എന്തെങ്കിലും ഒരു അല്ലാത്ത തരത്തിൽ ഭയം ഉണ്ടാവില്ല. നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ഒരു പാമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു ജീവി, പാമ്പിനെ വിചാരിക്കുക, നമ്മളും പാമ്പും കൂടി റൂമിൻ്റെ അകത്തായി കഴിഞ്ഞാൽ ആ പാമ്പിനെ നമ്മൾ പേടിക്കുന്ന ഒരു പേടി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അത് നമ്മൾ എടുത്തു വന്നിരിക്കുമ്പോൾ അതുപോലുള്ള പേടിയല്ല മുഹിബിന് ഉണ്ടാവുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കുണ്ടാവുക. അത് വേറെ തരത്തിലുള്ള ഖൗഫാണ്. ബിഖിലാഫി ഖൗഫിൽ മുസീ, അങ്ങനെയുള്ള പേടി, അഥവാ ഞാൻ ഉദാഹരണം പറഞ്ഞ ആ പേടി ആർക്കുണ്ടാവുക, തെറ്റ് ചെയ്തവനുണ്ടാവുക. അഥവാ തെറ്റ് ചെയ്തവന് അള്ളാഹ് ശിക്ഷിക്കും എന്നുള്ള നിലക്കുള്ള പേടിയാണ് ഉണ്ടാവുക. എന്നാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, യഥാർത്ഥ രൂപത്തിൽ സത്യസന്ധമായി ഇഷ്ടപ്പെടുന്ന, സത്യസന്ധമായ റജ ഉള്ള ഒരാൾക്ക് അയാളുടെ ഖൗഫ് ആ നിലക്കുള്ള ഖൗഫല്ല ഉണ്ടാവുക. വറജാ ഉൽ മുഹിബ്ബി ലാ യസ്ഹബുഹു ഇല്ലത്തുൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ റജാ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തിൻ്റെ മേലെയുള്ളതാവില്ല. ബിഖിലാഫി റജാഇൽ അജീർ, അഥവാ ഒരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂലിക്ക് ഒരാളെ വിളിച്ചു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റജാഇൽ അജീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ഒരു കൂലിക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു പണിക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു അയാൾ നമ്മിൽ നിന്നൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്, കിട്ടുമെന്ന്, അതിന് വേണ്ടിയിട്ടാണ് അയാൾ പണിയെടുക്കുന്നത്. കൂലിക്ക് അല്ലെങ്കിലും വേറെ എന്തിനാണെങ്കിലും ഒരാൾ വന്ന് നമുക്കൊരു പണിയെടുക്കുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ഇന്ന രീതിയിൽ കിട്ടും, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക. അതാണ് റജാഉൽ അജീർ എന്ന് പറഞ്ഞാൽ. എന്നാൽ റജാഉൽ മുഹിബ് പറഞ്ഞാൽ ഒരു കാരണം ഉണ്ടാവില്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഇഷ്ടാവൂല അല്ലെങ്കിൽ പ്രതീക്ഷയാവൂല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ യഥാർത്ഥ മുഹിബിൻ്റെ റജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാത്തവരുടെ റജ എന്താണ്, ഒരു കണ്ടീഷനായിരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അവൻ്റെ ഇങ്ങനെ കിട്ടും എന്നുള്ള നിലക്കുകളായിരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ മേലെ പ്രതീക്ഷ വെക്കുന്ന ആളുകൾ അങ്ങനെയാകില്ല. ഒരു ഇല്ലത്തൊരു കാരണം ഉണ്ടാവില്ല, അള്ളാഹുവിൽ പരിപൂർണ്ണ പ്രതീക്ഷയായിരിക്കും. ഫൈന റജാഉൽ മുഹിബ്ബി മിൻ റജാഇൽ അജീരി വബൈനഹുമാ കമാ ബൈന ഹാലൈഹിമാ
അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള റജാ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് മാത്രം പിന്നെ അങ്ങോട്ട് റജാ വെക്കുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിൻ്റെ മേലെ പ്രതീക്ഷ വെക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് പറയാണ്. വബിൽ ജുംല എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, മൊത്തത്തിൽ പറയുകയാണ് എങ്കിൽ റജാ എന്നുള്ളത് അള്ളാഹുലേക്ക് യാത്ര പോകുന്ന, അള്ളാഹുലേക്ക് മുന്നിടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടേക്കും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട കാര്യമാണ്. വൽ ആരിഫു ലൗ ഫാറഖ ലഹ്ളതൻ ലതലിഫ മാ ഔ കാദ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ, അവന് ഒരു നിമിഷം, ഒരു മൊമെൻറ്റ് ഈ റജാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ വക്കിലെത്തുകയോ ചെയ്യും. ഫഇന്നഹു ദാഇറുൻ ബൈന ദംബിൻ യർജൂ ഗുഫ്റാനഹു. അവനെപ്പോഴും അവൻ്റെ പാപങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ്റെ അള്ളാഹുവിലുള്ള മഗ്ഫിറത്തിൽ, ഗുഫ്റാനിൽ പ്രതീക്ഷ വെക്കും. വഐബിൻ യർജു സലാഹു. അവൻ്റെ കുറവുകളിൽ, അവൻ്റെ ന്യൂനതകളിൽ അള്ളാഹു നന്നാക്കി തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. അതായത് ഏത് സമയത്തും പ്രതീക്ഷ ഉണ്ടാകുന്നത് പാപം സംഭവിച്ചു പോയാൽ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു പുറത്തു തരും എന്നുള്ളത്. അല്ലാതെ അവൻ്റേതായ ചില ന്യൂനതകളും കുറവുകളും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, പല രീതിയിലുള്ളത്. അതിൽ അള്ളാഹു നന്നാക്കി തരുന്ന പ്രതീക്ഷ വെക്കും. വഅമലിൻ സ്വാലിഹിൻ യർജു ഖബൂലഹു. ഇനി സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പ്രതീക്ഷ വെക്കുന്നത് അള്ളാഹു അത് സ്വീകരിക്കുമെന്നുള്ളതാണ്. വസ്തിഖാമത്തിൻ യർജു ഹസൂലഹ ഔ ദവാമഹ. ഇസ്തിഖാമത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് അതിൻ്റെ പരിപൂർണത നേടാൻ സാധിക്കും, ഇത് നിലനിൽക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. വഖുർബിൻ മിനല്ലാഹി വമൻസിലത്തിൻ ഇൻദഹു യർജു വസൂലഹു ഇലൈഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇനി നല്ലൊരു സ്ഥാനവും നല്ലൊരു അടുപ്പമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പരലോകത്ത് പറ്റും എന്നുള്ള പ്രതീക്ഷ. വലാ യൻഫകു അഹദുൻ മിനസ് സാലികീന അൻ ഹാദിഹിൽ ഉമൂരി ഔ അൻ ബഅദിഹാ. എപ്പോഴും ഈ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ എപ്പോഴും ഈ റജ ഉണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയില്ലാതെ അവർക്ക്, അള്ളാഹു പ്രതീക്ഷയില്ലാതെ അവർ മുന്നോട്ട് പോകില്ല. വറബ്ബു തആല ലൈസ ലഹു സഅറുൻ ഇൻദ അബ്ദിഹി ഫയുദ്രികുഹു ബിഉഖൂബതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമയെ ശിക്ഷിക്കണം അല്ലെങ്കിൽ പിടികൂടി ശിക്ഷിക്കണം എന്നുള്ള പകയൊന്നുമില്ല. അള്ളാഹുവിനെ അങ്ങനെ പക വെച്ച് കിടക്കുന്ന ആളല്ല. വലാ യതശഫാ ബി ഇഖാബിഹി. സഅർ എന്ന് പറഞ്ഞാൽ ഒരു പക, വിദ്വേഷം, പകരം വീട്ടണം എന്നുള്ള അങ്ങനെയൊന്നും അള്ളാഹ്ക്കില്ല. വലാ യതശഫാ ബി ഇഖാബിഹി. ഇനി ശിക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു മനസ്സമാധാനം. യതശഫ എന്ന് പറഞ്ഞാൽ ഒരാളെ ശിക്ഷ നടപ്പിലാക്കിയിട്ട് കിട്ടുന്ന ഒരു സമാധാനത്തിനാണ് പറയുക. അപ്പോൾ ഒരാളെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ ആ രീതിയിലൊരു സമാധാനം കൊള്ളേണ്ട ആ ഒരു അവസ്ഥ അള്ളാഹ്ക്കില്ല. വലാ യസീദു ദാലിക ഫീ മുൽക്കിഹി മിസ്ഖാല ദർറത്തിൻ. അങ്ങനെ ഒരാളെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ഒരു തരി പോലും കൂടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരാളെ ശിക്ഷിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് അള്ളാഹുവിനെ കാണിക്കേണ്ട ആവശ്യമില്ല. വലാ യൻഖുസു മഗ്ഫിറതഹു. വലാ യൻഖുസു മഗ്ഫിറതുഹു. അള്ളാഹുവിൻ്റെ ഈ ആധിപത്യത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഒന്നും തന്നെ കുറക്കൂല. അപ്പോൾ അള്ളാഹു തആല പുറത്തു കൊടുത്തു, ഒരാൾ കുറേ തെറ്റ് ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു എന്ന പേരിൽ ആളുകൾ ആരെങ്കിലും അള്ളാഹ് ദുർബലനാണ്, അള്ളാഹ്ക്ക് കുറവുണ്ട്, ന്യൂനത ഉണ്ടെന്ന് പറയാനുമില്ല. ലൗ ഗഫറ ലിഅഹ്ലിൽ അർളി കുല്ലിഹിം. അള്ളാഹു തആല ഭൂമിയിലുള്ള എല്ലാവർക്കും പുറത്തു കൊടുത്താൽ ലമാ നഖസ മിസ്ഖാല ദർറത്തിൻ മിൻ മുൽക്കിഹി. അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല. കൈഫ വറഹ്മതു ഔസഉ മിനൽ ഉഖൂബതി. എങ്ങനെയാണ് ഉണ്ടാവുക? കാരണം എന്താ? വറഹ്മതു ഔസഉ മിനൽ ഉഖൂബ. അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. വസ്ബഖു മിനൽ ഗളബ്. അള്ളാഹുവിൻ്റെ കോപത്തിനേക്കാൾ മുൻകടന്നതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. വഗ്ലബു ലഹു വഹുവ ഖദ് കതബ അലാ നഫ്സിഹി റഹ്മ. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്തിനേക്കാളും മുന്തി നിൽക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ സ്വന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് റഹ്മത്ത് എന്നുള്ളത്. അള്ളാഹു അവൻ്റെ സ്വന്തത്തിൽ റഹ്മത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യമാണ്. വമിൻ സിമാരി റജാഇൻ്റെ സമറത്തുകളിൽ, റജാ കൊണ്ടുള്ള നേട്ടങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. അതായത് ഒരാൾക്ക് യഥാർത്ഥ രൂപത്തിൽ റജാ ഉണ്ട് എങ്കിൽ എന്തെല്ലാമാണ് അതിൻ്റെ നേട്ടങ്ങൾ? ഒന്ന്, ഇദ്ഹാറുൽ ഉബൂദിയ്യത്തി വൽ ഫാഖ. അള്ളാഹുവിലേക്കുള്ള അടിമത്വവും അള്ളാഹുവിലേക്കുള്ള ആവശ്യകതയും പ്രകടിപ്പിക്കാൻ സാധിക്കും. വൽ ഹാജത്ത് ഇലാ മാ യർജൂ മിൻ റബ്ബിഹി. അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള ആവശ്യകത, അവനെപ്പോഴും അള്ളാഹുവിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പ്രതീക്ഷ വെക്കാൻ സാധിക്കും. വയസ്തശ്രിഫു മിൻ ഇഹ്സാനിഹി. അള്ളാഹുവിൻ്റെ ആ ഔദാര്യങ്ങളെ, അള്ളാഹു ചൊരിഞ്ഞിട്ടുള്ള ഔദാര്യങ്ങളെ
പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. വന്നഹു ലാ യസ്തഗ്നി അൻ ഫദ്ലിഹി വ ഇഹ്സാനിഹി ത്വറഫത ഐനിൻ, ഒരു നിമിഷം പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അവൻ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനെ തൊട്ടും ഇഹ്സാനിനെ തൊട്ടും ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, എനിക്കതിന് ആവശ്യമില്ല എന്ന നിലക്ക് അവൻ ചിന്ത പോകില്ല. അപ്പോൾ റജാ യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ അള്ളാഹുലേക്കുള്ള പരിപൂർണ്ണ ആവശ്യകതയും അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങളിലേക്കുള്ള ആവശ്യകതയും ഒക്കെ എപ്പോഴും ഉണ്ടാകും. രണ്ടാമത്തേത് അന്നഹു സുബ്ഹാനഹു യുഹിബ്ബു മിൻ ഇബാദിഹി അയ്യു അമ്മിലൂഹു വയർജൂഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളിൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളത്. വയസ് അലൂഹു മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് ചോദിക്കുക എന്നുള്ളത്. ലിഅന്നഹുൽ മലിക്കുൽ ഹഖുൽ ജവാദ്, കാരണം അള്ളാഹു തആല മലിക്കാണ്, ഹക്കാണ്, ജവാദാണ്. ജവാദ് അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്നവൻ. ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമമാണ്. ഹക്കായിട്ടുള്ളവൻ, ശരിയായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അൽ മലിക് ആധിപത്യമുള്ളവൻ. അജ്വദു മൻസുഇല, ചോദിക്കപ്പെടുന്നതിൽ അഥവാ ചോദിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഔദാര്യം ചൊരിയുന്നവൻ അള്ളാഹുവാണ്. വഔസഉ മൻ അഅത, നൽകുന്നതിൽ ഏറ്റവും വിശാലമായി നൽകുന്നവൻ അള്ളാഹുവാണ്. വഹബ്ബു മാ ഇലൽ ജവാദി അയ്യുർജാ വയുഅമ്മല വയസ്അൽ, അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു നൽകാൻ, ഔദാര്യം ചൊരിയാൻ, പ്രതീക്ഷിക്കപ്പെടാൻ, ആഗ്രഹിക്കപ്പെടാൻ, ചോദിക്കപ്പെടാനെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ അള്ളാഹുവാണ്. അതായത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലേക്ക് ആളുകൾ ചോദിക്കുക, ആളുകൾ ആവശ്യക്കാരാവുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ലം യസ്അലില്ലാ യഗ്ബബ് അലൈഹി. ഇമാം തിർമിദി എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മൻ ലം യസ്അലില്ലാ, ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത്, യഗ്ദബ് അലൈഹി, അവൻ്റെ മേലെ അള്ളാഹു കോപിക്കും. അഥവാ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായിട്ട് ചോദിച്ചുകൊണ്ടുമാണ് ഒരു അടിമ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതീക്ഷയുള്ളവന്, റജാ ഉള്ളവന് അങ്ങനെയായിരിക്കും. വസായിലു റാജിൻ വതാലിബുൻ, അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ളവനായിരിക്കും. ഫമൻ ലം യർജുല്ലാ യഗ്ദബ് അലൈഹി, അള്ളാഹുവിൽ ഒരാൾ പ്രതീക്ഷ വെക്കുന്നില്ല എങ്കിൽ അവൻ്റെ മേലെ അള്ളാഹു കോപിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം റജാഇന്റെ സമറത്തുകളിൽ അന്ന റജാ അഹാദിൻ യഹ്ദൂ ബിഹി ഫീ സൈരിഹി ഇലല്ലാഹ്, റജാ എന്നുള്ളത് അള്ളാഹുലേക്കുള്ള യാത്രയിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന, നയിക്കുന്ന ഒരു ഗൈഡാണ്, ഒരു വഴികാട്ടിയാണ്. വയുത്തയ്യിബു ലഹുൽ മസീർ, ആ യാത്ര ഏറ്റവും വിശിഷ്ടമാക്കി തരുന്നത്. വയഹുഫുഹു അലൈഹി, അതിലേക്ക് പ്രോത്സാഹനം നൽകുന്നത്. വയബഅസുഹു അലാ മുലാസമതിഹി, അത് എപ്പോഴും ആ യാത്രയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതിനുള്ള പ്രചോദനമാണ്. ഫലൗല റജാഉ ലമാ സറാ അഹദുൻ, റജാ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുലേക്ക് ഒരാളും യാത്ര ചെയ്യില്ലായിരുന്നു, മുന്നിലില്ലായിരുന്നു. ഫഇന്നൽ ഖൗഫ വഹ്ദഹു ലാ യുഹർരിഖുൽ അബ്ദ്, ഭയം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഒരു അടിമയെ മുന്നോട്ട് നയിക്കൂല. ഭയം എന്നുള്ളത് ഒരു തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെ ഒഴിവാക്കുന്നതിലാണ് ഇതാക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ മുന്നോട്ട് നയിക്കാൻ എന്ത് വേണം? റജാ വേണം. മുമ്പൊരു ബാബിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് നയിക്കുന്നത് റജാവും പിടിച്ചു വലിക്കുന്നത് ഖൗഫാണ് എന്ന നിലയ്ക്ക്. വൈന്നമാ യുഹരിക്കുഹു അൽ ഹബ്ബ്, അതിനെ ചലിപ്പിക്കുന്നത് ഹബ്ബാണ്. അഥവാ ചലനത്തിൻ്റെ അടിസ്ഥാനം ഹബ്ബാണ്, മുന്നോട്ട് നയിക്കുന്നത് റജാ ആണ്. വയുസ്ഇജുഹു അൽ ഖൗഫ്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് ഖൗഫാണ്. അതായത് ഒരാൾ അള്ളാഹുവിലേക്കുള്ള യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. ആ യാത്ര ചെയ്യുമ്പോൾ ചലിക്കാനുള്ള പ്രേരക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അയാളുടെ ഹബ്ബാണ്. അതേ സമയത്ത് മുന്നോട്ട് പോകുന്നത്, നയിക്കുന്നത് ഖൗഫാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് ഇത് തെറ്റാണ്, അതുകൊണ്ട് അതിന് മാറിപ്പോകാം, ഒഴിവാക്കണം എന്ന നിലക്ക് പോകുന്നത് ഖൗഫാണ്. വയഹ്ദുഹു റജ, വഴികാട്ടുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി ഓടുമ്പോൾ, വണ്ടി ഓടിക്കാന്ന് വിചാരിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ പെട്രോള് അത് അതിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിലേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെ ആക്സിലേറ്റർ, മുന്നോട്ട് പോകാണെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണം, അതിൻ്റെ സ്ഥാനത്താണ് റജാവ് പറയുന്നത്, അഥവാ മുന്നോട്ട് നയിക്കുന്നത്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ സ്ഥാനത്താണ് ഖൗഫ് പറഞ്ഞിട്ടുള്ളത്, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ നിലക്ക് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യനെ നയിക്കുന്ന, അവൻ്റെ ഖൽബിനെ നയിക്കുന്ന ഈ കാര്യങ്ങളാണ് ഹുബ്ബും റജാവും ഖൗഫും എന്നുള്ളത്. അപ്പോൾ ഈ മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ റജാ ആവശ്യമാണ്. അടുത്ത സമറത്ത് അന്ന റജാ യത്റഹു അലാ അത്ബത്തിൽ മഹബ്ബ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്നുള്ളത് ഒരുവനെ മഹബ്ബത്തിൻ്റെ കവാടത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ അവിടെ
നിർത്തുന്ന ഇഷ്ടം വർദ്ധിപ്പിക്കും. വയൽഖീഹി ഫി ദിഹ്ലീസിഹ, ദിഹ്ലീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ വീടുകളിൽ ഉള്ളിലുള്ള ചെറിയ വരാന്തകൾക്കാന്ന് പറയുക. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഹബത്തിൻ്റെ ഇടനാഴികളിലേക്ക് വഴി എത്തിക്കുന്ന ഒരു കാര്യമാണ് റജാ എന്നുള്ളത്. അഥവാ മഹബത്ത് എന്നുള്ള കാര്യത്തിൻ്റെ ഇടയിലുള്ള പല കാര്യങ്ങളിലേക്കും നയിക്കുന്ന ഒരു കാര്യമാണ് പ്രതീക്ഷ എന്നുള്ളത്. ഫൈനഹു കുല്ലമ ഇഷ്തദ്ദ റജാഉഹു വഹസല ലഹു മാ യർജൂഹു ഇസ്ദാദ ഹുബ്ബൻ ലില്ലാഹി തആല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെല്ലാം ഒരുവൻ്റെ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഒരു കാര്യമാണോ അതിയായി പ്രതീക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക, അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുവിൽ നിന്നൊരു കാര്യം കിട്ടണമെന്ന്. അങ്ങനെ ആ കിട്ടുന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സന്തോഷം വർദ്ധിക്കും. വശുക്ര ലഹു, അള്ളാഹുവിനുള്ള നന്ദി കൂടും. വരിളൻ അൻഹു, അള്ളാഹുവിനുള്ള തൃപ്തിയും വർദ്ധിക്കും. അതായത് ഒരാൾ വളരെയധികം അള്ളാഹുവിൽ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, ഒരു കാര്യം വേണം എന്ന നിലയ്ക്ക്. അപ്പോൾ ആ കാര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനോടുള്ള ഹുബ്ബും വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള ശുക്രും വർദ്ധിക്കും, അള്ളാഹുവിനുള്ള തൃപ്തിയും വർദ്ധിക്കും. അപ്പോൾ റജാ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഹുബ്ബിലേക്ക് കൂടുതൽ നയിക്കുന്ന കാര്യമാണ്. അഞ്ചാമത്തെ ഒരു സമറത്ത് അന്നഹു യബ്അസുഹു അലാ അഅലൽ മഖാമാത്ത്, റജാ എന്നുള്ളത് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഒരാളെ എത്തിക്കും. വഹുവ മഖാമു ശുക്ർ, അതേതാണ് സ്ഥാനം? ശുക്രിൻ്റെ മഖാമിലേക്ക്. അല്ലദി ഹുവ ഖുലാസത്തുൽ ഉബൂദിയ്യ, ആ ഉബൂദിയത്തിൻ്റെ ഒരു ആകത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ശുക്ർ. ഫൈനഹു ഇദാ ഹസലൽ മർജൂഹു കാന ദാലിക അദ്ആ ലിശുക്രിഹി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ആഗ്രഹിച്ചത് അവന് കിട്ടുകയാണ് എങ്കിൽ അവൻ ശുക്ർ കാണിക്കുന്ന ഒരാളായി തീരും. ആറാമത്തേത് അന്നഹു യൂജിബു ലഹു അൽ മസീദ മിൻ മഅരിഫതിഹി ബി അസ്മാഇഹി വ മആനിഹ, അള്ളാഹുവിലുള്ള റജാ ഒരാൾ ശരിയാക്കുകയാണ് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ നാമങ്ങളും അതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കുന്നത് വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങളും അതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കുന്നത് വർദ്ധിക്കും. വതഅല്ലുഖ് ബിഹ, അതുപോലെ തന്നെ അതുമായിട്ട് അവനുള്ള ബന്ധം ശക്തിപ്പെടും. ഫഇന്ന റജാ തഅല്ലുഖും ബി അസ്മാഇൽ ഇഹ്സാൻ, കാരണം റജാ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഹ്സാൻ എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്ന, ഇപ്പോൾ ജൂദ്, കറം, ഇഹ്സാൻ, അതുപോലെ തന്നെ ബർറ്, ഇതുപോലുള്ള നാമങ്ങളൊക്കെ ഇഹ്സാനിൻ്റെ നാമങ്ങളാണ്. ആ നാമങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കലി അവനൊരു ബന്ധം വരും റജാ ഉണ്ടാകുമ്പോൾ. വതഅബ്ബുദൻ ബിഹ, അതുകൊണ്ട് അള്ളാഹുവിനെ അവൻ ആരാധിക്കും. വദുആഉൻ ബിഹ, അതുകൊണ്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അള്ളാഹുവിൻ്റെതാണ് ഉത്തമമായ നാമങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ദുആ ചെയ്യുക എന്നുള്ളത്. അതായത് ഈ റജാ ശരിയായി കഴിഞ്ഞാൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതുകൊണ്ടുമുള്ള ബന്ധം നന്നാക്കാനും കാരണമാകും. അതിൻ്റെ സമറത്താണ്, റജാൻ്റെ സമറത്താണ്. അടുത്തൊരു സമറത്ത് പറയുന്നത് ഏഴാമത്തേത് അന്നൽ മഹബ്ബത ലാ തൻഫക്കു അനിർ റജാ, അള്ളാഹുവിനോടുള്ള നേരത്തെ പറഞ്ഞതിൻ്റെ കമാ തഖദ്ദം മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഹബ്ബത്ത് എന്നുള്ളത് റജാ എന്ന് വിട്ടുപോകുന്നില്ല. പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടാവും, ഇഷ്ടമുണ്ടെങ്കിൽ റജാ ഉണ്ടാവും. ഫകുല്ലു വാഹിദിൻ മിൻഹുമാ യമുദ്ദുൽ ആഖർ വയുഖവ്വി, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിലനിർത്തുന്നതും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ്. എട്ടാമത്തേത് അന്നൽ ഖൗഫ മുസ്തൽസിമുൻ ലിർറജാ, ഖൗഫ് എന്നുള്ളതും റജായിനോടൊപ്പം ഉണ്ടാകുന്ന കാര്യമാണ്. അതായത് മഹബത്ത്, ഈ മൂന്ന് കാര്യവും എന്താ പറയുക ഒരുപോലെ കണക്റ്റഡാണ്. അതിൽ ഖൗഫ് എന്നുള്ളതും റജായിനോടൊപ്പം ഉണ്ടാവുന്നതാണ്. റജാഉ മുസ്തൽസിമുൻ ലിൽ ഖൗഫ്, റജാ എന്നുള്ളത് ഖൗഫിനോടും, അഥവാ ഖൗഫ് റജായിനെ നിർബന്ധാക്കും, റജാ ഖൗഫിനെ നിർബന്ധാക്കും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഫകുല്ലു റാജിൻ ഖായിഫുൻ വകുല്ലു ഖായിഫിൻ റാജിൻ, എല്ലാ പ്രതീക്ഷ വെക്കുന്നവനും ഭയപ്പെടുന്നവനാണ്, എല്ലാ ഭയപ്പെടുന്നവനും പ്രതീക്ഷ വെക്കുന്നവനാണ്. വലിയ അജ്ലി ഹാദാ ഹസന വുഖൂഉർ റജാഇ ഫി മൗദിഇ യുഹ്സിനു ഫീഹി വുഖൂഅൽ ഖൗഫ്, ഏതുപോലെ കാരണം റജാ ഉണ്ടാവുക, ഒരാൾക്ക് റജാ നന്നാവുക എന്നുള്ളത്, ഒരു സമയത്ത് നന്നാവുക എന്നുള്ളത് അവിടെ അവൻ്റെ ഖൗഫും നന്നായിട്ടുണ്ടാവും. അതായത് ഒരാൾക്കൊരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ റജാ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സന്ദർഭത്തിൽ അവൻ്റെ ഖൗഫും ശരിയായിട്ടുണ്ടാവും. ഖാല അല്ലാഹു തആല, എന്ന ഒരു ഉദാഹരണമാണ് ഏതുപോലെ സൂറത്ത് നൂഹിലെ 13-ാമത്തെ ആയത്തിൽ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അതിൻ്റെ ഭാഷാർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? മാലക്കും, നൂഹ് നബി അലൈഹി സ്വലാം ഖൗമിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിൻ്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ പരിഗണിക്കുന്നില്ലേ, കണക്കാക്കുന്നില്ലേ? സൂറത്ത് നൂഹിലെ 13-ാമത്തെ ആയത്താണ്. ഖാല കസീറുൻ മിനൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളിൽ അധിക പേരും പറഞ്ഞു അൽ മഅന, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാലക്കും ലാ തഖാഫൂന ലില്ലാഹി അളമതൻ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാലു, ഈ മുഫസ്സിരിങ്ങൾ പറഞ്ഞു, അവർ റജാഉ ബിമഅന അൽ ഖൗഫ്, റജാ എന്നുള്ളത് ഖൗഫിൻ്റെ അർത്ഥത്തിലാണ്. വത്തഹ്ഖീഖു അന്നഹു മുലാസിമുൻ ലഹു, കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം മറ്റൊന്നിനെ നിർബന്ധമാക്കുന്നതാണ് എന്നുള്ളത്. കാരണം മൻകാന യർജു ലിഖാ റബ്ബിഹി എന്നുള്ള സൂറത്ത് കഹ്ഫിൻ്റെ അവസാനത്തെ ആയത്തിലൊക്കെ തഫ്സീറു ബഗവി ആണെന്നാണ് എൻ്റെ ഓർമ്മ, പല തഫ്സീറുകളിലും അത് ഖൗഫാണ് എന്നുള്ള നിലക്ക് പറഞ്ഞു കാണാം. റജാഇനെ ഖൗഫ് എന്നുള്ള അർത്ഥത്തിലും ഖൗഫിനെ റജാ എന്നുള്ള അർത്ഥത്തിലും പരസ്പരം ഉപയോഗിക്കാറുണ്ട്. കാരണം അതങ്ങനെയാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതിൻ്റെ ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഭയം അവിടെ ഉണ്ടാവും. നമ്മളൊരു കാര്യം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അതിലൊരു പ്രതീക്ഷ ഉണ്ട്, കാരണം ആ ഭയപ്പെടുന്ന കാര്യം ഒഴിവായി പോകുമെന്നുള്ള പ്രതീക്ഷ. ഇത് രണ്ടും ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് വരാതെ ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അപ്പോൾ റജാ ഉണ്ടെങ്കിൽ മഹബത്തും ഉണ്ടാവും, ഖൗഫും ഉണ്ടാവും, എല്ലാതും അങ്ങോട്ടാണ്. പക്ഷേ ഖൗഫും റജാഇനെ നിർബന്ധമാക്കുന്നു. 9-ാമത്തേത് അന്നൽ അബ്ദ ഇദാ തഅല്ലഖ ഖൽബുഹു ബിറജാഇ റബ്ബിഹി, ഒരടിമ റബ്ബിലുള്ള റജാഇനേറ്റ് ഖൽബ് തഅല്ലഖായാൽ ഫഅതാഹു മാ റജാഹു, അവൻ പ്രതീക്ഷിക്കുന്ന കാര്യം അള്ളാഹു അവന് നൽകിയാൽ കാന ദാലിക അൽതഫ മൗഖിഅൻ, അത് ഏറ്റവും എന്താ പറയുക, ലുത്ഫ് എന്നുള്ളതിന് മലയാളത്തിൽ ശരിക്കും ഒരു വാക്കില്ല, അത് ഏറ്റവും വളരെയധികം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന, ലുത്ഫ് എന്നുള്ള സിഫത്ത് അറിയാലോ, അഥവാ ഒരിക്കലും അടിമ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ഗോപ്യമായ നിലക്ക് അവന് ഗുണമായിട്ടുള്ള കാര്യങ്ങൾ നൽകുക എന്നാണ് ലത്തീഫിൻ്റെ അർത്ഥം. അപ്പോൾ ലുത്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നിലക്ക് ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹുവിൽ റജാവ് വെച്ചിട്ടൊരു കാര്യം അള്ളാഹു നൽകി കഴിഞ്ഞാൽ. വഹ്ല ഇൻദൽ അബ്ദ്, അത് അടിമയുടെ അടുക്കൽ ഏറ്റവും മാധുര്യമുള്ളതായിരിക്കും, ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും മാധുര്യമുള്ള ഒരു കാര്യമായിരിക്കും. വബലഗ മിൻ ഹുസൂലി മാ ലം യർജു, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കിട്ടുന്നതിനേക്കാൾ അവന് സന്തോഷമുണ്ടാകുന്ന, ആസ്വാദനമുണ്ടാകുന്ന, മാധുര്യമുണ്ടാകുന്ന കാര്യമാണ് അവൻ ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടുക എന്നുള്ളത്. 10-ാമത്തെ ഒരു സമറത്തായി കൊടുക്കുന്നത് ഇബ്നുൽ ഖയ്യിം അന്ന അല്ലാഹു അസ്സ വജൽ യുരീദു മിൻ ഇബാദിഹി തക്മീല മറാത്തിബി ഉബൂദിയ്യതിഹി മിൻ അദ്ദുല്ലി വൽ ഇൻകിസാർ, അല്ലാഹു തആല അടിമയിൽ ഉദ്ദേശിക്കുന്നു ഉബൂദിയത്തിൻ്റെ മർത്തബകൾ, അല്ലെങ്കിൽ അവൻ അടിമത്തം തെളിയിച്ചു കൊടുക്കുന്ന മർത്തബകൾ താഴ്മയും പൊട്ടിത്തകരുന്ന അവസ്ഥയിലും എല്ലാം ആയിക്കൊണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുക, അത് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു അടിമയിൽ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. വതവക്കുൽ വൽ ഇസ്തിആന, അതുപോലെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക, അള്ളാഹുവിൽ സഹായം തേടുക, വൽ ഖൗഫി വറജ, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക, വസ്സബരി വശുക്കർ, അള്ളാഹുവിൽ അവന് ക്ഷമ കാണിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക, വരിദാ വൽ ഇനാബത്തി വഗൈരിഹ, അള്ളാഹു തൃപ്തിപ്പെടുക, അള്ളാഹുവിലേക്ക് ഇനാബത്ത് ചെയ്യുക. വലിഹാദ ഖദ്ദറ അലൈഹി ദംബ വബ്തലാഹു ബിഹി, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അടിമയുടെ മേലെ അള്ളാഹു തആല പാപം വിധിക്കുന്നതും പാപം കൊണ്ട് പരീക്ഷിക്കുന്നതും. അതായത് ഒരു അടിമ അള്ളാഹുവിലേക്ക് പൊട്ടിത്തകർന്ന് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ഭയപ്പെട്ട് തവക്കുൽ ചെയ്ത് സഹായം ചോദിച്ച് മടങ്ങി വരിക എന്നുള്ളത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അടിമകളുടെ മേലെ, മുഅ്മിനീങ്ങളുടെ മേലെ ചിലപ്പോഴെല്ലാം പാപങ്ങൾ വിധിക്കുന്നതും പാപങ്ങൾക്കുള്ള എല്ലാ സാഹചര്യം കൊടുത്ത് അവരെ പരീക്ഷിക്കുന്നതും. ഈ തക്മീൽ മറാത്തിബി ഉബൂദിയത്തിഹി ബിത്തൗബ അല്ലതി ഹിയ മിൻ അഹബ്ബി ഉബൂദിയാതി അബ്ദിഹി ഇലൈഹി, എന്തിനു വേണ്ടി? തൗബ കൊണ്ട്, അഥവാ ഉബൂദിയത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപൂർണത ലഭിക്കുന്ന ആ ഉബൂദിയത്ത്, തൗബ കൊണ്ടുള്ള ഉബൂദിയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാപങ്ങൾ കൊണ്ട് അടിമയെ അള്ളാഹു പരീക്ഷിക്കുന്നത്. ഫകദാലിക തക്മീലുഹാ ബിർറജാഇ വൽ ഖൗഫ്, അതുപോലെ തന്നെ അള്ളാഹു ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ഉബൂദിയത്തിൻ്റെ മർത്തബകൾ പൂർത്തീകരിക്കുക എന്നുള്ളത്. വളരെ സിറാണ്, മനസ്സിലാകുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും, എന്നിരുന്നാലും അവർ പരിശ്രമിക്കുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്തിൻ്റെയും ദീനിൻ്റെ ഒരു ഹഖീഖത്ത് മനസ്സിലാകുമ്പോഴാണ് ഈ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുക. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ഉബൂദിയത്തിൻ്റെ മർത്തബകൾ നമ്മളിങ്ങനെ തെളിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? അല്ലാതെ ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ദർസുകളിൽ തന്നെ, രാവിലെ എഴുന്നേൽക്കുന്നു, 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പ്, ഒരു ഹജ്ജ്, സക്കാത്ത്, രാത്രിയാവുന്നു, ബാക്കി ജോലി കാര്യങ്ങൾ, ഇങ്ങനെ ജീവിച്ച് തീർക്കുക എന്നല്ലാതെ നമ്മൾക്ക് അള്ളാഹുമായിട്ട് എന്താ ഉള്ളത്? അള്ളാഹുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം? അപ്പോൾ അള്ളാഹുവിന് നമ്മളിൽ ആവശ്യം, നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഉബൂദിയത്ത്
ഉബൂദിയത്തിൻ്റെ മർത്തബകൾ തെളിയിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് ചില നഷ്ടങ്ങൾ നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ പ്രിയപ്പെട്ടവരെ മരണം ഉണ്ടാകാം, നമ്മുടെ സമ്പത്തിന് നഷ്ടമുണ്ടാകാം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, രോഗം ഉണ്ടാകാം. കാരണം അള്ളാഹുവിന് ആവശ്യം, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്ന, അള്ളാഹുവിന് പ്രതീക്ഷ വെക്കുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു മർത്തബ നിങ്ങൾ തെളിയിക്കണം. ചിലപ്പോൾ പാപങ്ങൾ സംഭവിച്ചു പോകാം, പാപങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കാം, അത് അള്ളാഹു തആല നിങ്ങളുടെ മേലെ വിധിക്കാം. എന്തിനാണ്? നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് പൊട്ടിത്തകർന്ന് മടങ്ങി വരുന്നത് അള്ളാഹുവിന് കാണണം. ചില സമയത്ത് അനുഗ്രഹങ്ങൾ നൽകാം, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകുന്നു, സമ്പത്ത് നൽകുന്നു, സൗകര്യം നൽകുന്നു. നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ ശുക്ർ കാണിക്കുന്ന മർത്തബകൾ തെളിയിച്ച് കാണിക്കണം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഉബൂദിയത്തിൻ്റെ, നമ്മൾ ഈ പഠിക്കുന്ന ഈ മർത്തബകളും മൻസിലത്തുകളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും തെളിയിച്ച് കാണണം അള്ളാഹുവിന്. നിങ്ങളിൽ നിന്ന് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നതാണ്. അതിനാണ് അള്ളാഹു തആല ഇത് വിധിക്കുന്നത്. അതുപോലെ ഓരോന്നിനും തൗബയുടെ ബാബിൽ വിശാലമായി പറഞ്ഞ ആ കാര്യം പോലെ തന്നെ റജാവും അള്ളാഹു തആല നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉബൂദിയത്ത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കും. അവസാനമായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി ഈ മൻസിലത്തിൽ കൊടുക്കുന്ന സമറത്ത് അന്ന ഫിർ റജാഇ മിനൽ ഇന്തിളാരി വത്തറഖുബി വത്തവഖുഇ ലിഫദ്ലില്ലാഹ്, ഈ പ്രതീക്ഷ വെക്കുക, റജാ ഉണ്ടാവുക എന്നുള്ളതിൽ അള്ളാഹു തആലയുടെ സാമീപ്യവും അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ ഔദാര്യവും എല്ലാം കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം അള്ളാഹു പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അള്ളാഹു തആല തീരുമാനിക്കുക എന്ന ആ കാത്തിരിപ്പുണ്ട്. മാ യൂജിബു തഅല്ലുഖൽ ഖൽബി ബിദിക്രിഹി, അങ്ങനെയുള്ള കാത്തിരിപ്പുണ്ടല്ലോ. അതായത് നമ്മൾക്കൊരു കാര്യം ഏറ്റവും അള്ളാഹുവിൽ പ്രതീക്ഷിക്കുകയാണ്, ഒരു കാര്യം ആവശ്യമാണ്, അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് അള്ളാഹു നൽകിയിട്ടില്ല, അത് നൽകുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഖൽബ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് തഅല്ലുഖാവുക. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം അത് കിട്ടിയോ കിട്ടിയില്ല എന്നില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടണം എന്നുള്ള അവസ്ഥ, അങ്ങനെ നമ്മൾക്കൊരു രോഗം മാറണമെന്നോ, അല്ലെങ്കിൽ സന്താനങ്ങൾ കുട്ടികൾ ഉണ്ടാവണമെന്നോ, അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നോ, ജോലി നടക്കണമെന്നോ, വീട് വെക്കണമെന്നോ, അങ്ങനെ എന്തോ ആവട്ടെ, അങ്ങനെയുള്ള ആഗ്രഹം അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന, അള്ളാഹുവിൽ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ റജാ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്തായിരിക്കും ഒരാൾക്ക് അള്ളാഹുവിനോട് ഏറ്റവും ഖൽബ് തഅല്ലുഖാവുന്ന ഒരു ഘട്ടം. അവിടെ അള്ളാഹുവിൻ്റെ ദിക്റിനോട് ഏറ്റവും തഅല്ലുഖ് ഉണ്ടാവും. ആ സമയത്ത് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, സത്യത്തിൽ ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടുന്നതിനേക്കാൾ സന്തോഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളൊരു ഒരു 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 വസ്തു, ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു വീടോ എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള വസ്തു അത് നമുക്ക് ആവശ്യമാണ്, ആഗ്രഹമുണ്ട് തോന്നി, ആവശ്യം സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെയധികം ചോദിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് തേടുകയാണ്, അല്ലെങ്കിൽ ഒരു രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയാണ്. അങ്ങനെ അത് കിട്ടിയെന്ന് വിചാരിക്കുക, ആ കാര്യം കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മൾ ആഗ്രഹിച്ച പോലത്തെ വാഹനം കിട്ടി, വീട് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ രോഗം മാറി. അപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരവസ്ഥ ഒരു പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ഇതിനിടയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിരുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ ആഗ്രഹിച്ചിരുന്ന ആ ഇന്തിളാറിൻ്റെ സമയമുണ്ടല്ലോ, അതിൽ നമ്മൾ അനുഭവിക്കുന്ന ആസ്വാദനമായിരിക്കും അത് ലഭിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവുക. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് അള്ളാഹുമായിട്ടുള്ള ദിക്റിൽ ഖൽബ് വല്ലാത്ത തഅല്ലുഖായിരിക്കും. വദവാം ഇൽത്തിഫാത്ത് ഇലൈഹി ബിമുലാഹദതി അസ്മാഹി വസിഫാത്തിഹി, ആ ഇൻതിളാറിൻ്റെ ആ കാത്തിരിപ്പിൻ്റെ ആ സമയത്ത് എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ മുൻനിർത്തി ചോദിച്ചും അള്ളാഹുവിനെ കുറിച്ച് ചിന്ത വളരെ വലുതായിരിക്കും. വതനഖുലുൽ ഖൽബി ഫി റിയാദിഹൽ അനീഖ, ആ സമയത്ത് ഈ അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളുടെ പൂന്തോട്ടത്തിലേക്ക്, ഏറ്റവും ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്ക് അവൻ്റെ ഖൽബ് അതിലേക്ക് മാറിപ്പോകും. വഖ്ദിഹി ബിനസീബിഹി മിൻ കുല്ലി ഇസ്മിൻ വസിഫത്തിൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളിൽ നിന്നും ഓരോ വിശേഷണങ്ങളിൽ നിന്നും അവനപ്പം എന്താണ് ആവശ്യമുള്ളത് അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതായത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഏതൊക്കെ നാമങ്ങൾ, ഏതൊക്കെ വിശേഷണങ്ങൾ, അതിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് അത് അവനിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിലൂടെ അവൻ അനുഭവിക്കുന്ന ഒരു ആസ്വാദനം വളരെ വലുതായിരിക്കും. അതായത് ഏത് സന്ദർഭത്തിൽ, നമ്മുടെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഏത് നാമമാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് തേടേണ്ടത്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതായത് എൻ്റെ ജീവിതത്തിലെ ഈ സന്ദർഭത്തിൽ ഞാൻ ഇന്ന നാമം കൊണ്ടാണ്, ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന നാമം ഇന്നതാണ് എന്നറിയാൻ സാധിക്കുക എന്നുള്ളത് ദുനിയാവിൽ ലഭിക്കുന്ന മറ്റെന്തിനേക്കാളും വലിയ തൗഫീഖാണ്.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.